ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് വള്ളംകളിക്ക് മുമ്പ് തന്നെ ഒരു വിവാദം കളിച്ചു തുടങ്ങി. എന്താ വിവാദം? ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ നെഹ്റു ട്രോഫി പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയതിനു പിന്നാലെ ജലമേളയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഫോട്ടോയോ പേരോ ഉൾപ്പെടുത്താത്തത് വിവാദമായതിനു പിന്നാലെ പോസ്റ്റർ പിൻവലിച്ചു. പക്ഷേ പിന്നീട് പോസ്റ്റർ ഇറക്കാത്തതിലും അതൃപ്തിയിലാണ് എം പി. കൊടിക്കുന്നിൽ സുരേഷ് എം പിയുടെ മണ്ഡലത്തിൽ നിന്നാണ് വള്ളംകളിയിൽ ഏറ്റവും കൂടുതൽ ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കുന്നത്. മനീഷ് മഹിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ് മഹിപാൽ, അതെന്തായാലും ഒരു ഒന്നൊന്നര പരിപാടിയായി പോയി. അത് പ്രത്യേകിച്ച് കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ആ സ്ഥലം അറിയുന്ന ഏറ്റവും കൂടുതൽ ചുണ്ടൻ വള്ളങ്ങൾ വരുന്നത് തന്നെ പുള്ളിയുടെ മണ്ഡലത്തിൽ നിന്നാണ്. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് കൂടി അതിനകത്ത് വെക്കാമായിരുന്നു. അതിനകത്ത് എന്താ കുഴപ്പം? അതൊരു ഐശ്വര്യമല്ലേ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരൊക്കെ കാണുന്നത്. പക്ഷേ എന്തിനാണ് അവരിത് ഒഴിവാക്കിയത്? ഇതിപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് അതൃപ്തി ഉണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത്? ജലമേളയിൽ പങ്കെടുക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് വരൂലേ? അരുൺകുമാർ, വലിയ അവഗണന, അപമാനം തനിക്കുണ്ടാണ് നിലവിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ ക്യാമ്പ് അറിയിക്കുന്നത്. അതായത് KC വേണുഗോപാൽ MP, മുഖ്യമന്ത്രി VD സതീശൻ മുതൽ ആലപ്പുഴ നഗരസഭ അധ്യക്ഷ, എന്തിനേറെ ആലപ്പുഴ ജില്ലയിലെ ഇടത് MLA-മാരായിട്ടുള്ള P. പ്രസാദും സജി ചെറിയാൻ ഉൾപ്പെടെ 13 പേരാണ് ആ പോസ്റ്ററിനകത്ത് പേരും ചിത്രവും ഉൾപ്പെടുന്നത്. എന്നിട്ടും ആലപ്പുഴ ജില്ലയുടെ ഭാഗമായിട്ടുള്ള കുട്ടനാട് കൂടി ഉൾപ്പെടുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരോ ചിത്രമോ ഇല്ല. ഇടത് സർക്കാരിന്റെ കാലത്ത് പോലും കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് പോസ്റ്ററിലുണ്ടായിരുന്ന പരിപാടിക്ക് മുഖ്യ ഒരു അതിഥിയായി തന്നെ അദ്ദേഹത്തെ ക്ഷണിക്കപ്പെടുമായിരുന്നു. ഇതുവരെയും അദ്ദേഹത്തിന് ക്ഷണപത്രം പോലും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. മുൻകാലങ്ങളിൽ ക്ഷണപത്രം ലഭിക്കുമായിരുന്നു, അദ്ദേഹത്തിനെ വിളിക്കുമായിരുന്നു. അങ്ങനെ മുൻകാലങ്ങളിൽ പക്ഷേ വിളിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള അവസരം കൊടുക്കുകയില്ലായിരുന്നു, ഒപ്പം തന്നെ സമ്മാനദാനത്തിനുള്ള അവസരം കൊടുക്കുകയില്ലായിരുന്നു എന്നുള്ള വിമർശനം നേരത്തെ തൊട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ അന്നത്തെ ഇടത് സർക്കാരിന്റെ കാലത്ത് പോസ്റ്ററിൽ നിന്ന് പടം മാറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ ഇത്തവണ പോസ്റ്ററിൽ UDF-ന്റെ ഭരണകാലത്ത് പോസ്റ്ററിൽ നിന്ന് പോലും അദ്ദേഹത്തിന്റെ പടം മാറ്റി. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ അപമാനിക്കുന്നത് ഇന്നലെ PRD വീണ്ടും റിലീസ് ഇറക്കി. അതായത് കൊടിക്കുന്നിൽ സുരേഷിന്റെ പടം ഇറക്കാത്തതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് PRD ഒരു റിലീസ് ഇന്നലെ വൈകിട്ട് പുറത്തിറക്കി. പക്ഷേ അതിനുശേഷം കൾച്ചറൽ കമ്മിറ്റി പുതിയ ഒരു പോസ്റ്റർ പുറത്തിറക്കുന്നു. അതായത് PRD-യുടെ മാത്രമല്ല, സംസ്ഥാനത്തെ ടൂറിസം വകുപ്പിന്റെ കൂടി ഭാഗമാണ് ഈ പോസ്റ്റർ. പക്ഷേ ആ പുതിയ പോസ്റ്റർ പുറത്തിറക്കിയിട്ടില്ല. അതായത് നേരത്തെ പോസ്റ്റർ ഡിലീറ്റ് ചെയ്തു. പക്ഷെ പുതിയ പോസ്റ്റർ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി പുറത്തിറക്കുമെന്ന് പറഞ്ഞത് ഒട്ട് പുറത്തിറങ്ങിയതുമില്ല. അതായത് അദ്ദേഹത്തെ അപമാനിക്കുക കൂടെ ചെയ്തു. ഇതുവരെയും ആ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടില്ല. നേരത്തെ 2 ആഴ്ചയ്ക്ക് മുൻപ് KC വേണുഗോപാൽ MP-യും M. ലിജുവും T. സിദ്ദിഖും കുട്ടനാട്ടിൽ സന്ദർശനം നടത്തുമ്പോൾ കുട്ടനാട് മണ്ഡലം ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിലെ MP കൂടിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് MP വിട്ടുനിന്നതും വലിയ ചർച്ചാ വിഷയമായിരുന്നു. തലേന്ന് തന്നോട് പരിപാടി പറഞ്ഞാൽ എത്തിച്ചേരാൻ കഴിയുകയില്ല, തനിക്ക് ഔദ്യോഗികമായ തിരക്കുണ്ടായിരുന്നു എന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ഇതോടുകൂടി പുറത്തു വരുന്നത് നെഹ്റു ട്രോഫിയിലെ വിവാദം മാത്രമല്ല, കോൺഗ്രസ് ഉള്ളിലെ ചില വിഭാഗീയ പ്രശ്നങ്ങൾ കൂടിയാണ്. അതായത് KC വേണുഗോപാലും ഒപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷുമായി ചില അകൽച്ച നേരത്തെ മുതലെത്തുണ്ട്. KPCC അധ്യക്ഷൻ സ്ഥാനത്തേക്കുള്ള ചർച്ച ദ്രുതഗതിയിൽ നടക്കുമ്പോഴാണ് കൊടിക്കുന്നിൽ സുരേഷും ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാവുമായി ചില അകൽച്ച ഉണ്ടാകുന്നത്. എന്താണ് NTPR-ന്റെ പോസ്റ്ററിൽ അത് സാംസ്കാരിക വകുപ്പിന്റെയും ഒപ്പം തന്നെ ടൂറിസം വകുപ്പിന്റെ പോസ്റ്റർ അദ്ദേഹത്തെ ഒഴിവാക്കിയത് വലിയ വിവാദമായി. പുതിയ പോസ്റ്ററൊട്ട് പുറത്തിറങ്ങിയിട്ടുമില്ല. അരുൺകുമാർ, എന്താണ് അദ്ദേഹം വിട്ടുനിൽക്കാനാണ് നിലവിലത്തെ തീരുമാനം? താങ്ക് യു. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. അത് വളരെ മോശമായി പോയി എന്ന് നമുക്ക് പറയാനുള്ളൂ. കൊടിക്കുന്നിൽ സുരേഷിനെ മറന്നുകൊണ്ടുള്ള ഒരു പോസ്റ്റർ കുട്ടനാട്ടിൽ അച്ചടിച്ചത് അത് ഒട്ടും ശരിയായില്ല. ഒന്നാലോചിച്ച് നോക്കിയേ, ആ മനുഷ്യന്റെ കൂടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഐശ്വര്യത്തോട് കൊടിക്കുന്നിൽ സുരേഷിരിക്കുന്ന ഫോട്ടോ, അത് ശരിക്കും പറഞ്ഞാലേ അതൊക്കെ വേണം. ഇത് എന്തിനാണ് ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പ് അതിനകത്ത് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കുന്നില്ല. എന്തായാലും ഒരു പ്രേക്ഷകർ പറയുന്നു, മുത്തുവ സുരേഷിനെ ഒഴിവാക്കിയത് വളരെ മോശമായി പോയി എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെ പറയും. കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറെ, അതും അദ്ദേഹത്തിന്റെ മാവേലിക്കര മണ്ഡലത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചുണ്ടൻ വള്ളങ്ങൾ നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കാൻ വരും. അങ്ങനെയുള്ള ഒരു നാട്ടിലെ ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് ഇവരെ എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണ്ടേ? എന്താണ് അതിനകത്ത് ഇത്ര വലിയ ബുദ്ധിമുട്ട്? എന്താണ് അതിനകത്ത് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നിടത്താണ് ന്യായം. പല ഭാഗങ്ങളിലും പല കാലങ്ങളിലും തന്നെ ഒതുക്കാൻ ചില ആളുകൾ ശ്രമിച്ചിരുന്നു എന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറയാറുണ്ട് പല ഘട്ടങ്ങളിലും, അല്ലേ? അത് വലിയ മോശമായി പോയി എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. കൊടിക്കുന്നിൽ സുരേഷാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം കുട്ടിക്കാലത്ത് ഒരു നേതാവ് എന്ന നിലയിൽ ആദ്യം കാണുന്നത് ഈ കൊടിക്കുന്നിൽ സുരേഷിനെയാണ്. അന്ന് അടൂര് MP ആയിട്ടിരിക്കുന്ന സമയത്ത് കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ചു കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ചെമ്പരത്തിപ്പൂ കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. വളരെ കൊച്ചുകുട്ടിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തലയിലിങ്ങനെ തലോടിപ്പോവും. അതാണ് ജീവിതത്തിൽ ആദ്യത്തെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സ്പർശം എന്ന് പറയുന്നത്. വളരെ മോശമായി പോയി. കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, അത് ശരിയല്ല എന്നുള്ളതാണ് പ്രശ്നം. അത് ശരിയല്ല, എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും ഒഴിവാക്കിയത് ശരിയല്ല എന്നതാണ്.